അങ്ങനെ നാളത്തെ ഒരു അടിപൊളി പ്രൊമോ വീഡിയോ വന്നിരിക്കുകയാണ്. പ്രൊമോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് മറന്നു പോവാതെ ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണം. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ പ്രൊമോ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ രേവതി ഇങ്ങനെ നടന്നു പോകാനായിട്ട് തുടങ്ങുമ്പോൾ നമ്മുടെ ചന്ദ്രമതി പറയുകയാണ്, പിന്നെ നിൻ്റെ അതായത് രേവതിയുടെയും സച്ചിയുടെയും താലികോർക്കൽ ചടങ്ങും ശാന്തി മുഹൂർത്തവും അതിനുള്ള ഡേറ്റൊക്കെയാണ് എടുത്തു വച്ചിരിക്കുന്നത് നമ്മുടെ മുത്തശ്ശിയുടെ നേതൃത്വത്തിൽ. അപ്പോൾ അത് പിറ്റേ ദിവസം നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് ഗോൾഡും അതുപോലെ വസ്ത്രങ്ങളും ഒക്കെ വാങ്ങിക്കണമെന്ന് നമ്മുടെ മുത്തശ്ശി പറയുകയാണ്. എന്നിട്ട് മുത്തശ്ശി പറയുകയാണ്, മോളെ അച്ചമ്മ പറയുകയാണ്, നിനക്ക് ആരെങ്കിലുമൊക്കെ വിളിക്കാനുണ്ടെങ്കിൽ അവരെയൊക്കെ ക്ഷണിക്കണം എന്നിങ്ങനെ അച്ചമ്മ പറയുകയാണ്. അപ്പോൾ എന്നിട്ട് നമ്മുടെ രേവതി അകത്തേക്ക് കയറുമ്പോൾ നമ്മുടെ ചന്ദ്രമതി കൂടെ ചെല്ലുകയാണ്. എന്നിട്ട് ചന്ദ്രമതി പറയാണ്, പിന്നെ നിനക്ക് ആളുകളെയൊക്കെ ക്ഷണിക്കണമെന്ന് പറഞ്ഞു എന്ന് കരുതിയിട്ട് നീ നിൻ്റെ അമ്മയും അനിയത്തെയും സഹോദരങ്ങളെയും അതുപോലെ തന്നെ നിൻ്റെ വീട്ടിലുള്ള ആടുമാടുകളെ എല്ലാ എണ്ണത്തിനെയൊന്നും വിളിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരരുത് എന്നിങ്ങനെ പറയുകയാണ്. അത് കേൾക്കുമ്പോഴത്തേക്ക് രേവതിക്ക് ദേഷ്യം വരികയാണ്. രേവതി ചോദിക്കുകയാണ്, ഇത് പറയാൻ വേണ്ടിയിട്ടാണോ എന്നോട് ഇവിടെ ഇങ്ങോട്ട് നിൽക്കാനായിട്ട് പറഞ്ഞത്? എനിക്ക് തീരെ സമയമില്ല, അടുക്കളയിൽ എനിക്ക് ചോറുണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് രേവതി നടക്കാനായിട്ട് തുടങ്ങുകയാണ്. അപ്പം നമ്മുടെ ചന്ദ്രമതി പറയാണ്, നിൽക്കടി എവിടെ എന്നിങ്ങനെ പറയണം. അപ്പോൾ രേവതി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചന്ദ്രമതി പറയാണ്, ആഹാ ശബ്ദമൊക്കെ ഉയരുന്നുണ്ടല്ലോ. വേണ്ട മോളെ വേണ്ട, കൂടുതൽ ചാടരുത്. പിന്നെ ഞാൻ പറയുന്ന കാര്യമേ ഇവിടെ നടക്കുകയുള്ളൂ, അല്ലാതെ നീ ആരെയും വിളിക്കാനൊന്നും നിൽക്കേണ്ട എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ രേവതി ഇങ്ങനെ ആകെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മുടെ സച്ചിയും അതുപോലെ തന്നെ നമ്മുടെ രവീന്ദ്രനും അങ്ങോട്ടേക്ക് വരികയാണ്. എന്നിട്ട് നമ്മുടെ സച്ചി പറയാണ്, രേവതി നിൻ്റെ കഴുത്തിൽ താലി കെട്ടുന്ന ചടങ്ങാണ് നാളെ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ആരെയൊക്കെ ക്ഷണിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നീ തന്നെയാണ്, അല്ലാതെ സുധിയുടെ അമ്മയല്ല തീരുമാനിക്കേണ്ടത്. നിനക്കിഷ്ടപ്പെട്ട ആരെ വേണമെങ്കിലും നീ വിളിച്ചോ എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ സച്ചി. ഇത് കേൾക്കുന്ന നമ്മുടെ രേവതിക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. പക്ഷേ അത് കേൾക്കുമ്പോഴത്തേക്ക് ചന്ദ്രമതിക്ക് പ്രതികരിക്കാൻ പറ്റുന്നില്ല, കാരണം മുന്നിൽ നിൽക്കുന്നത് സച്ചി ആയതുകൊണ്ട്. അങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പ്രൊമോ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ എപ്പിസോഡുമായിട്ട് ഞാൻ നാളെ വരുന്നതായിരിക്കും. എന്ന് പറയുന്നത്, ഇതുവരെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ